ആ സെയിം ആശയമാണ് ഇപ്പോൾ കൊക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതിൻ്റെ ഇതിൽ വന്നിട്ട് വലിയ ഇതിൽ പെട്ടെന്ന് കത്തിപ്പോകുന്നു. കൊക്രോച്ച് എന്നൊരു വാക്ക് സുപ്രീം കോടതിയിലെ ജഡ്ജി എന്ന് വന്നു. പച്ചക്ക് പറഞ്ഞാൽ വർഗീയ രാഷ്ട്രീയം. അപ്പോൾ അതിൻ്റെ ഒരു അതിപ്രസരമാണ് BJP ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഏതു മേഖലയിലും വർഗീയത ഉണ്ടാക്കുക, പെട്ടെന്ന് കയറി വരാൻ കഴിയും. ഇപ്പോൾ ബംഗാളൊക്കെ പിടിച്ച് അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന സെക്കുലർ രാഷ്ട്രീയത്തിന് എപ്പോഴും പ്രസക്തിയുണ്ട്, സംശയമൊന്നുമില്ല. ഇപ്പം കോക്രോച്ച് പാർട്ടി ആയാലും ഏത് പാർട്ടി വരുമ്പോഴും അതിനൊരു വിഷൻ വേണമല്ലോ. ആ വിഷൻ അങ്ങ് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അതിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയണോ? ഇപ്പം നമ്മളൊരു പൊളിറ്റിക്കൽ സെൻസ് ഉള്ളവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സാധാരണക്കാരോട് പറഞ്ഞിട്ടേ കാര്യമില്ല, ഏൽക്കില്ല. ഇന്ന് ജെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇപ്പം ജെൻസിൻ്റെ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശ്രീലങ്ക, ഒന്ന് ബംഗ്ലാദേശ്, ഒന്ന് നേപ്പാൾ. പ്രക്ഷോഭമുണ്ട്. അവിടുത്തെ പ്രധാനമന്ത്രിമാർ വരെ ഒളിച്ചോടി പോകേണ്ട അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ട പ്രശ്നങ്ങളിലേക്ക് എത്തി. എന്താ കാരണം? അവിടുത്തെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ടാണ് യുവാക്കൾ, തൊഴിലില്ല പ്രശ്നങ്ങൾ അങ്ങനെ വന്നുകൊണ്ടാണ് അതിന് മുൻകൈ നേടിയത്, അല്ല മറ്റൊന്നുമല്ല. അപ്പോൾ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളതൊന്നും നോക്കുന്നില്ല. അവിടെ നിങ്ങളുടെ സോഷ്യലിസമാണോ അല്ലെങ്കിൽ ക്യാപിറ്റലിസമാണോ അല്ലെങ്കിൽ അല്ലാത്ത ചില മൂല്യങ്ങളാണോ, അതിനൊന്നും വിലയില്ല.